താലി. രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ. പറയൂ ദേവി, നീ എന്തർത്ഥത്തിലാണ് പറഞ്ഞത് മാറിത്തരാമെന്ന്? അത് വ്യക്തമാക്കിയിട്ട് ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയാൽ മതി. ജയൻ ബലമായി തന്നെ ദേവിയെ പിടിച്ചു നിർത്തി. അവളൊന്നും മിണ്ടാതെ തലയും കുനിച്ചു നിന്നു. ജയൻ ചൂണ്ടുവിരലാൽ അവളുടെ മുഖം ഉയർത്തി. പറയൂ ദേവി. അവൻ്റെ ഒച്ച ഉയർന്നു. കൈവിട്. അവൾ അവൻ്റെ കൈ പിടിച്ചു മാറ്റി. കുഞ്ഞുണരും. എന്നെ ആവശ്യമില്ലാത്തടത്ത് ഞാൻ പിന്നെ എന്തിനാണ്? ഞാൻ മാറിത്തന്നേക്കാം. ഭർത്താവും കുഞ്ഞും മരിക്കാൻ കാത്തിരുന്ന പെണ്ണല്ലേ ഞാൻ. എന്നെ കൂടെ കൂട്ടണ്ട. വേണ്ട, ഞാൻ പൊക്കോളാം. അത്രയും പറഞ്ഞ് പിന്തിരിഞ്ഞവളെ കയ്യിൽ പിടിച്ച് നിർത്തി വലിച്ചു മാറിൽ ചേർത്തു. അവളുടെ കണ്ണുകൾ വികസിച്ചു. ഹൃദയതാളം വല്ലാതെ ഉയർന്നു. ജയിൻ്റെ കയ്യിൽ കിടന്ന് കുതറി. അല്പം ബലമായി അവളെ ചേർത്ത് പിടിച്ച്. നാസികത്തുമ്പ് ചുവന്നു. കണ്ണു നിറഞ്ഞു. അവഗണനയെ സഹിച്ച് ഞാനിവിടെ വേണ്ട, ഒന്നും വേണ്ട, പൊയ്ക്കൊള്ളാം ഞാൻ, അത്രയും മാത്രം പറഞ്ഞു. അങ്ങനെ പോകാനാണോടി ഞാൻ എൻ്റെ പാതിയാക്കി കൂടെ കൂട്ടിയത്? ആണോന്ന്? പിന്നെ അവഗണന. എല്ലാവർക്കും വേദന ഒരുപോലെയാണ്. ഈ വീട്ടിൽ ഞാൻ കഴിഞ്ഞ 2 മാസം കഴിഞ്ഞത് എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? എനിക്കും വേദനിക്കും. എത്രയോ ദിവസം നിൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി പോലും ഞാൻ കൊതിച്ചിട്ടുണ്ട്. വിങ്ങി വിങ്ങി കരയുകയായിരുന്നവൾ മുഖം കൈകൊണ്ട് മറച്ചു. ജയൻ ആ കൈകൾ ബലമായി പിടിച്ചു മാറ്റി ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ദേവൻ്റെ സ്ഥാനമൊന്നും തരേണ്ട. നിൻ്റെ മോളുടെ അച്ഛൻ ആ സ്ഥാനം അതെ. ബലമായി ആ കൈകൾ പിടിച്ചു മാറ്റി ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ദേവൻ്റെ സ്ഥാനമൊന്നും തരണ്ട. നിൻ്റെ മോളുടെ അച്ഛൻ ആ സ്ഥാനം അതെങ്കിലും വേണ്ടേ ദേവി? എനിക്ക് വേണമെടി നിന്നെ. ഈ കുറഞ്ഞ നാളുകൊണ്ട് ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു. എൻ്റെ ദേവൻ എത്രയോ വട്ടം എൻ്റെ സ്വപ്നങ്ങളിൽ വന്ന് പറഞ്ഞു അവൻ്റെ പെണ്ണിനെ വേദനിപ്പിക്കരുതെന്ന്. പക്ഷെ ഞാനല്ലല്ലോ, നീയല്ലേ ദേവി സ്വയം വേദനിക്കുന്നത്. എന്നെ ഇനിയും നിനക്ക് സ്നേഹിക്കാൻ കഴിയില്ലേ? അത്രയും നേർത്തു പോയി ജയൻ്റെ സ്വരം. അവളുടെ മറുപടിക്കായി അവൻ കാതോർത്തു. പക്ഷെ അവൻ്റെ പ്രതീക്ഷയെ പാടെ തെറ്റിച്ച് അവൾ മറുപടി പറഞ്ഞില്ല. ദേവിയുടെ ശരീരത്തിൽ പൊതിഞ്ഞിരുന്ന ജയൻ്റെ കൈ അയഞ്ഞു. സോറി ദേവി, ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം കാണിച്ചു. പിന്തിരിഞ്ഞ് ബെഡിൽ പോയി ഇരുന്നു ജയൻ. അതുവരെ അവൻ എന്തൊക്കെയോ പ്രതീക്ഷയുണ്ടായിരുന്നു. അവൾക്ക് അല്പമെങ്കിലും മാറ്റം. എല്ലാം തൻ്റെ മാത്രം തോന്നലായിരുന്നു. വല്ലാത്ത അമർഷം തോന്നി. സ്വന്തമായി തലയിൽ കയ്യും താങ്ങി അങ്ങനെയിരുന്നു. ദേവി കണ്ടു തകർന്നു പോയ ആ മനുഷ്യനെ. അടുത്തേക്ക് ചെന്ന് വിളിക്കാൻ നാവ് പൊന്തുന്നില്ല. പതിയെ കയ്യിൽ തോളിൽ ചേർത്ത് വെച്ചു. ജയൻ മുഖമുഖത്ത് നോക്കിയില്ല. പകരം ആ കൈകൾ തട്ടി മാറ്റി. കുട്ടേട്ടനെ സ്നേഹിക്കുന്നെന്ന് ചോദിച്ചാൽ അതിനെൻ്റെ കയ്യിൽ മറുപടിയില്ല. എന്നാൽ കാണാതിരിക്കുമ്പോൾ നെഞ്ചു നീറുന്നു. കുറച്ച് ദിവസമായി എന്നെ അവഗണിക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു. ജയൻ അവളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നു. ദേവി 2 അടി പിന്നോട്ട് മാറി. എന്നെ കാണുമ്പോൾ എന്തിനാ ദേവി ഈ ഒഴിഞ്ഞുമാറ്റം? എനിക്കറിയില്ല. വിക്കുണ്ടോ തനിക്ക്? ഇല്ല. പിന്നെന്താ? എന്തിനാ വിജയെ തല്ലിയത്? അതിനും മറുപടിയില്ലായിരുന്നു. സത്യത്തിൽ ഞാനാണ് തന്നോട് സോറി പറയേണ്ടത്. ഞാൻ അറിഞ്ഞില്ല പിശാച് വന്നത്. കുറച്ചു നാളായുള്ള തൻ്റെ പിണക്കം മാറി താനാണെന്ന് കരുതി. ശരിക്കും എന്താ തൻ്റെ പ്രശ്നം? എനിക്കറിയില്ല ഒന്നും. നല്ലൊരു ഭാര്യയാവാൻ, മോളുടെ സ്നേഹമുള്ള അമ്മയാവാൻ, ഇതിനൊക്കെ ഞാൻ ശ്രമിച്ചാലല്ലേ അറിയൂ ദേവി. അതല്ലാതെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും താൻ ശ്രമിക്കുന്നില്ല. എന്നാലല്ലേ അറിയാൻ പറ്റൂ തനിക്കിതിനൊക്കെ കഴിയുമോ ഇല്ലയോ എന്ന്. ഞാനൊന്ന് സ്നേഹിച്ചു നോക്കട്ടെ. അതിനൊരവസരം എനിക്ക് തരുമോ? ജയൻ്റെ ഒച്ച കാതോരം കേട്ടതും പുള്ളി പിടഞ്ഞു പോയി ദേവി. വേഗം പിന്നിലേക്ക് നീങ്ങി. ഇതാണ് കുഴപ്പം. ഞാൻ 1 അടി മുന്നിലേക്ക് വരുമ്പോൾ താൻ 2 അടി പിന്നിലേക്ക് പോയാൽ എങ്ങനെയാണ് സ്നേഹിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയുന്നത്? ഇവിടെ ഇടത് കൈയിൽ പിടിച്ച് അടുത്തേക്ക് നീക്കി നിർത്തി. അവളുടെ ഇടത് കൈയിൽ പിടിച്ച് അടുത്തേക്ക് നീക്കി നിർത്തി. എന്നെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുമോ ദേവി? എനിക്കും വേണ്ടയിടോ സ്നേഹിക്കാൻ ആരെയെങ്കിലും. എന്നാൽ ഇന്നു മുതൽ നമുക്കതിനായി ശ്രമിച്ചു തുടങ്ങാം. എന്താ, സമ്മതമാണോ? ഒന്നും മിണ്ടിയില്ല ദേവി. മൗനം മാത്രം. അത് പറഞ്ഞാൽ പറ്റില്ല. കൃത്യമായ മറുപടി പറയണം. സമ്മതമാണോ അല്ലയോ? സമ്മതം. എന്നാൽ ഓക്കെ. മോള് ഞെട്ടി ഉണർന്നതും അമ്മ കണ്ണും അടച്ചു പിടിച്ചാണ് കരച്ചിൽ. പാല് കുടിക്കാൻ ഉണരുന്ന സമയം. അവൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നീങ്ങി അവളെ എടുത്ത് മടിയിൽ കിടത്തി. ജയൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. കുഞ്ഞിനെ ഉറക്കി ദേവിയും കിടന്നു. ദേവി ആലോചിക്കുകയായിരുന്നു.
തൻ്റെ സ്നേഹത്തിനായി കൊതിക്കുന്ന ആ മനുഷ്യനെക്കുറിച്ച് എത്രമാത്രം ആ മനസ്സ് വേദനിച്ചു കാണും. റൂമിലേക്ക് തിരികെ കയറി വരുമ്പോൾ ജയൻ കണ്ടു ആലോചനയോടുകൂടി ഇരിക്കുന്നവളെ. വൈകുന്നേരം കുഞ്ഞിനെയും കൊണ്ട് അമ്പലത്തിൽ പോയി ജയനും ദേവിയും. കാറിൽ പോകാമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ മോള് ബൈക്കിൽ കയറാനായി കരച്ചിൽ തുടങ്ങി. പിന്നെ നിവർത്തിയില്ലാതെ ദേവി ജയൻ്റെ ഒപ്പം ബൈക്കിൽ കയറാൻ തന്നെ തീരുമാനിച്ചു. പിന്നിൽ കയറിയിരുന്ന് മോളെയും മടിയിൽ വെച്ചു. എന്നാൽ ജയൻ വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ അവൾ ആഞ്ഞുപോയി. ജയൻ വേഗം വണ്ടി നിർത്തി. ദേവി, ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് കാറിൽ പോകാം. വേണ്ട, മോൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, കുട്ടേട്ടൻ പതിയെ വണ്ടി ഓടിച്ചാൽ മതി. ജയന് വല്ലാത്ത സന്തോഷം തോന്നി അവളുടെ കുട്ടേട്ടാന്നുള്ള വിളിയിൽ. ചിത്രയും അങ്ങനെയാണ് വിളിച്ചിരുന്നത്. ബൈക്ക് മുന്നോട്ട് നീങ്ങിയതും ദേവി അറിയാതെ ജയൻ്റെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചു. അമ്പലത്തിലെത്തും വരെ ആ ഇരിപ്പായിരുന്നു. ബൈക്ക് നിർത്തിയതും ദേവി ബൈക്കിൽ നിന്നിറങ്ങി മോളെയും കൊണ്ട് അകത്തേക്ക് കയറി. വഴിപാട് ഷീട്ടെഴുതി എല്ലാം മുറപോലെ ചെയ്തു. തിരുമേനിയിൽ നിന്നും പ്രസാദം വാങ്ങി പുറത്തേക്കിറങ്ങി. പ്രസാദം മോളെ തൊടുവിച്ചു. അല്പം അവളും തൊട്ടു. നെറുകയിൽ സിന്ദൂരം ചാർത്തി. ജയൻ അടുത്തേക്ക് വന്നപ്പോൾ ഒരു നുള്ളു ചന്ദനം മടികൂടാതെ അവൻ്റെ നെറ്റിയിലും ചാർത്തിക്കൊടുത്തു. അപമാനിക്കപ്പെട്ടതിൻ്റെ മുഴുവൻ ദേഷ്യവും വിജിയുടെ മനസ്സിൽ കിടന്ന് നുരഞ്ഞു പൊന്തി. സ്കൂട്ടിയും എടുത്തു കണ്ട് നേരെ പായുകയായിരുന്നു. താൻ കെട്ടിപ്പിടിച്ചപ്പോൾ ജയേട്ടൻ മിണ്ടാതെ നിന്നത് കണ്ട് തന്നെ ഇഷ്ടമാണെന്ന് കുറച്ചു നേരത്തേക്കെങ്കിലും വിശ്വസിച്ചു പോയി. പക്ഷേ ദേവിയാണെന്ന് കരുതിയാണ് ജയേട്ടൻ മിണ്ടാതെ നിന്നതെന്നോർത്തപ്പോൾ അവൾക്ക് ദേഷ്യം അടക്കാനാവുന്നുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ദേവി തൻ്റെ നേരെ കൈ ഉയർത്തിയിരിക്കുന്നു. ഇനി മേലിൽ ആ വീട്ടിൽ കയറരുതെന്ന് അവൾ പറഞ്ഞേക്കുന്നു. അവൾക്കതിന് എന്തധികാരമാണുള്ളത്? എൻ്റെ ചേച്ചിയുടെ കുഞ്ഞാണ് അവിടെയുള്ളത്. ആ കുഞ്ഞിനെ കാണാൻ എപ്പോൾ വേണമെങ്കിലും ഞാൻ അവിടെ കടന്നു ചെല്ലും. ഞാൻ ആഗ്രഹിച്ച പുരുഷനെയാണ് എന്നിൽ നിന്നും ആദ്യം ചേച്ചിയും പിന്നെ ദേവിയും തട്ടിയെടുത്തത്. എനിക്ക് കിട്ടാത്തത് ആർക്കും വേണ്ട. ഇത്രയും നാൾ ഒരു വിശ്വാസമുണ്ടായിരുന്നു ജയേട്ടൻ തൻ്റേതാകുമെന്ന്. പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലെന്ന് ജയേട്ടനും അവളും കൂടി ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു എന്ന്. അവളുടെ ദേഷ്യം മുഴുവനും ഡ്രൈവിങ്ങിൽ തീർത്തു. എതിരെ വരുന്ന വാഹനത്തെ തീർത്തും അവൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉച്ചത്തിലുള്ള ശബ്ദത്തോടു കൂടി അവൾ എവിടേക്കോ എടുത്തെറിയപ്പെട്ടു. അമ്പലത്തിൽ നിന്നും വീട്ടിൽ തിരിച്ചെത്തിയ ദേവി ഡ്രസ്സ് മാറി നേരെ കിച്ചണിൽ ചെന്നു. രാത്രിയിൽ ചപ്പാത്തിക്ക് വേണ്ട മാവ് കുഴച്ചു വെച്ചു. രാവിലത്തെ മുട്ടക്കറി ഫ്രിഡ്ജിൽ ഇരുന്നതിനെ ചൂടാക്കി മാറ്റി. അപ്പോഴേക്കും മോളെ ഉറക്കിയിട്ട് ജെയിൻ കിച്ചണിലെത്തി. ദേവി ഉരുട്ടി വെച്ച ഓരോ ഉരുളയായി ജെയിൻ പരത്താൻ തുടങ്ങി. വേണ്ട, ഇതെല്ലാം ഞാൻ ചെയ്തോളാം. ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്താതെ തന്നെ ദേവി പറഞ്ഞു. തന്നെ സഹായിക്കാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. അത് തനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ പോയേക്കാം. പിന്നീട് അവളൊന്നും പറഞ്ഞില്ല. ജെയിൻ ചപ്പാത്തി ഓരോന്നായി പരത്തി വെച്ചു. ദേവി അത് ഓരോന്നായി ചുട്ടെടുത്തു. പെട്ടെന്ന് കറണ്ട് പോയി. ദേവി വേഗം ഗ്യാസ് ഓഫാക്കി മോളുടെ അടുത്തേക്ക്. ജെയിൻ മെഴുകുതിരി കത്തിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ മൊബൈൽ ടോർച്ച് ഓണാക്കി വെച്ച് അവൾ കുഞ്ഞിനടുത്തിരിപ്പുണ്ട്. മോൾ ഉണർന്നാൽ ചിലപ്പോൾ പേടിക്കും. അതാണ് ഞാൻ. ജെയിൻ KCBയിലേക്ക് ട്രാൻസ്ഫോമറിൽ എന്തോ അറ്റകുറ്റപ്പണിയാണെന്ന് പറഞ്ഞു. ജെയിൻ KCBയിലേക്ക് വിളിക്കുമ്പോൾ ട്രാൻസ്ഫോമറിൽ എന്തോ അറ്റകുറ്റപ്പണിയാണെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ കറണ്ട് വരുന്ന കാര്യം സംശയമാണ്. വർദ്ധിച്ച ചൂടിൽ മുറിയിൽ കിടക്കുക എന്നത് നടപ്പുള്ള കാര്യമല്ലെന്ന് ജെയിന് മനസ്സിലായി. മോൾ ഉണർന്നപ്പോൾ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് വല്ലാത്ത കരച്ചിലും. ഒരു വിധത്തിലാണ് ദേവി അവളെ സമാധാനപ്പെടുത്തി പാല് കൊടുത്ത് കിടത്തി ഉറക്കിയത്. എന്നാൽ ഈ സമയത്ത് ഒരു കറണ്ട് പോക്ക് വല്ലാത്ത കഷ്ടമായിപ്പോയി. മെഴുകുതിരിയും കത്തിച്ച് വെച്ച് അമ്മ ടേബിളിലിരുന്നു. ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടും കറണ്ട് വരുന്നില്ലെന്ന് കണ്ടതും 3 പേരും കൂടി ഭക്ഷണം കഴിച്ചു. ദേവി കഴിക്കുകയാണെങ്കിലും അപ്പോൾ അവളുടെ കണ്ണ് റൂമിൻ്റെ ഭാഗത്തേക്ക് നീളം. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റും കഴുകി വെച്ച് ദേവി വേഗം റൂമിലേക്ക് പോയി. കിടക്കാൻ നേരമായപ്പോൾ അവൾ ഉടുത്തുമാറാനുള്ളതും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. മേല് കഴുകി ഡ്രസ്സും മാറി വന്നപ്പോൾ ജയൻ ബെഡും പില്ലോയും ഒക്കെയായി ടെറസിലേക്ക് പോകുന്ന കണ്ടു. ജയൻ തിരികെ റൂമിലെത്തുമ്പോൾ ദേവി തലമുടി 2ആയി വിടർത്തിയിട്ട് ചേകി വൃത്തിയാക്കുന്നു. ഇന്നിനി കറണ്ട് വരുമെന്ന് തോന്നുന്നില്ല ദേവി. നമുക്ക് ടെറസിൽ പോയി കിടക്കാം. ഈ റൂമിനുള്ളിൽ ചൂട് കൂടുതലാണ്. മുൻപ് ഇതുപോലെ വരുമ്പോൾ ഞങ്ങൾ ടെറസിൽ പോയി കിടക്കാറുണ്ട്. തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വരാം. മോൾക്ക് ഈ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ജെയിൻ മോളെയും എടുത്ത് മുന്നേ നടന്നു. ടെറസിൽ ചെല്ലുമ്പോൾ കണ്ടു 2 ബെഡ് ചേർത്ത് നന്നായി വിരിച്ചിട്ടിട്ടുണ്ട്. ജെയിൻ കുഞ്ഞിനെ ബെഡിൽ കിടത്തി. ദിവാൻ കോട്ട് കൂടി ഇവിടെ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണ്. ഞാൻ മോളുടെ ഇപ്പുറത്ത് കിടക്കുന്നത് കൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ?
ജയൻ അങ്ങനെ ചോദിക്കുമ്പോൾ ദേവി ആദ്യം മൗനമായിരുന്നു, പിന്നെ ഇല്ലെന്ന് തലയാട്ടി. ജയനും ദേവിയും മാതുമോളുടെ അപ്പുറവും ഇപ്പുറവുമായി കിടന്നു. മുകളിൽ ആകാശക്കൂട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ അവളെ നോക്കി കണ്ണ് ചെമ്മി കാണിക്കുന്നത് പോലെ തോന്നി ദേവിക്ക്. അവയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന 2 നക്ഷത്രങ്ങൾ ദേവനും അമ്പുമോനുമാണെന്ന് അവൾ മനസ്സുകൊണ്ട് കണക്ക് കൂട്ടി. ദേവൻ കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ മോള് കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി ഉറക്കമായി. ദേവിക്ക് മാത്രം എന്തുകൊണ്ടോ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ എഴുന്നേറ്റ് ടെറസിൻ്റെ പുറത്തേക്ക് നോക്കി നിന്നു. അവരുടെ വീട് കഴിഞ്ഞ് കുറേ കണ്ണെത്താ ദൂരം വയലുകളാണ്. അവൾ ഇരുകൈയും പിണച്ചു വെച്ച് നിന്നു. ഇളം കാറ്റ് വയലേലകളെ തഴുകി വരുന്നു. അവളതുള്ളിലേക്ക് ആവാഹിച്ചു. എന്തൊക്കെയോ ചിന്തകളാണ് മനസ്സിനെ മതിക്കുന്നതെന്നറിയില്ല. ആലോചന കാട് കയറിയതും പിന്നിലൂടെ ആരോ അവളെ പുതച്ചു ഷോൾ കൊണ്ട്. തിരിഞ്ഞു നോക്കാതെ തന്നെ മനസ്സിലായി ആരെന്ന്. നെഞ്ചിൽ ചേർത്ത് പിടിച്ചവളെ. എന്താ ദേവി, ഉറക്കം വരുന്നില്ലേ? അവളെ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി ജയൻ. ഇല്ലെന്ന് തലയാട്ടി പെണ്ണ്. എങ്കിൽ നമുക്കല്പം സ്നേഹിച്ചാലോ? ആ പറച്ചിൽ കേട്ട് പെണ്ണിൻ്റെ കണ്ണു തുറച്ചുപോയി. ജയനത് കണ്ടപ്പോൾ ചിരി വന്നു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. സ്റ്റോറി ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് സഹായിക്കണേ. നിറയെ സ്നേഹത്തോടെ രുദ്ര.